Hi everyone. Now I'm going to talk about the third method of demand forecasting, that is causal method. Compared to another two different methods, that is qualitative method and time series projection method, causal methods are more analytical, and this method seeks to develop forecast on the basis of cause and effect relationship specified in an explicit quantitative manner. That is causal method, as the name indicates. This method will forecast demand on the basis of the cause and effect relationship between various variables. അതായത് കാര്യസഹിതത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള വേരിയബിൾസിന്റെ ആ ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇൻ കോസൽ മെത്തേഡ് വി ഹാവ് five important methods. The first one is a chain ratio method. That is a chain ratio method. ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ആ ഒരു റേഷ്യോ ആൻഡ് റേറ്റ്സ് നമ്മൾ ഒരു ചെയിൻ കണക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എലിസിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. Then the second method is consumption level method. That is used for directly consume ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ കേസിലാണ് നമ്മളിത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് കൺസംഷൻ ലെവൽ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ either ഇൻകം ഇലാസിറ്റി അല്ലെങ്കിൽ എന്താ പറയാ പ്രൈസ് ഇലാസിറ്റി ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് കൺസംഷൻ ലെവൽ മെത്തേഡിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. Then the third one is end use method, especially used for intermediate products ആണ്. അതായത് പല പ്രൊഡക്റ്റിന്റെയും പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഗുഡ്സിന്റെ ഡിമാൻഡ് ആണ് നമ്മുടെ എൻഡ് യൂസ് മെത്തേഡ് കൊണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലീഡിംഗ് ഇൻഡിക്കേറ്റർ എന്നുള്ള ഒരു വേരിയബിളിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ വേരിയബിള് എങ്ങനെയാണ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺസ് ആവാം, ഈ ഒരു പ്രത്യേക എന്താ പറയാ വേരിയബിൾ ഒരു ലീഡിങ്, അതായത് ഡിമാൻഡിനെ ലീഡ് ചെയ്യാവുന്ന ഒരു വേരിയബിളിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിന്റെ മാറ്റം എങ്ങനെയാണ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ലീഡിംഗ് ഇൻഡിക്കേറ്റർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ദ മോർ അനാലിറ്റിക്കൽ മെത്തേഡ് of causal method, that is econometric method ആണ്. We have different types of model formulation is available. That is simple equation, simultaneous equation methods ഒക്കെ അവൈലബിൾ ആണ് econometric method ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ in causal method we have 5 different important methods in calculating the demand for the product. Then the first one നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ the chain ratio method is used as a simple analytical approach to demand estimation ആണ്. Will identify the potential sale of the product may be estimated by applying a series of interrelated, interdependent factors to measure the aggregate demand. This method estimates the future level of consumption of the product based upon the elasticity coefficient ആണ്. Income elasticity of demand and price elasticity of demand obviously are important consideration for this method. Then next നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് എന്താ പറയാ സ്റ്റെപ്സ് അല്ലെങ്കിൽ രണ്ട് ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ചെയിൻ റേഷ്യോ മെത്തേഡ് പ്രകാരം നമ്മൾ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ഫസ്റ്റ് എക്സാമ്പിൾ ഉള്ളത് ഒരു മാക്സിം എന്ന് പറയുന്ന ജനറൽ US ബേസ് ചെയ്തിട്ടുള്ള ജനറൽ ഫുഡ്സ് കമ്പനിയുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയ ഒരു മാക്സിം, ഒരു എവറേജ്ഡ് ഫ്രൈഡ് ഇൻസ്റ്റന്റ് കോഫിയാണ് മാക്സിം. ഇതിന്റെ പൊട്ടൻഷ്യൽ സെയിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചെയിൻ റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വി വിൽ ഐഡന്റിഫൈ ദ വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മാക്സിം, ഇറ്റ്സ് എൻ ഇൻസ്റ്റന്റ് കോഫിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു കോഫിയിൽ ഇൻസ്റ്റന്റ് കോഫിയുടെ സെയിൽസിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരുന്നത് എന്നുള്ളത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഒരു ചെയിൻ റേഷ്യോ ആയിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ നടത്തുന്നത്. ഫസ്റ്റ് we will find out the total amount of coffee sales. Total amount of coffee sales നമ്മൾ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് 174.5 million ആണ് ടോട്ടൽ എമൗണ്ട് ഓഫ് കോഫി സെയിൽ. നെക്സ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു റേഷ്യോ ആണ്. അതായത് എത്രമാത്രം വീടുകളിലാണ് നമ്മൾ കോഫി ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് കോഫിക്ക് പകരം നമുക്ക് ടീ അതുപോലെ മറ്റു പല
ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ വി ആർ ഐഡന്റിഫൈങ് അതായത് ഹൗ മച്ച് ഹൗസ് ഹോൾഡ് ദേ ആർ യൂസിങ് കോഫി, ദ പ്രൊപ്പോർഷൻ ഓഫ് കോഫി യൂസ്ഡ് അറ്റ് ഹോം നമ്മൾ എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള പ്രൊപ്പോർഷൻ നമ്മൾ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന 0.835 ആണ്. നെക്സ്റ്റ് വി വിൽ ഐഡന്റിഫൈ ദ കോഫി യൂസ്ഡ് അറ്റ് ഹോം. അത് കാണുന്നത് ശരിക്കും നമ്മൾ കണ്ടിരിക്കുന്ന ടോട്ടൽ കോഫി സെയിൽസ് എന്ന് നമ്മൾ പ്രൊപ്പോർഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ 145.7 million units നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് അഗൈൻ വി ആർ going for the proportion of non-decaffeinated coffee used at home. അതായത് കഫേൻ എന്ന് പറയുന്ന സംഭവം അടങ്ങിയിരിക്കാത്ത കോഫിയാണത്. അതിന്റെ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ വീടുകളിൽ എത്ര ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് non-decaffeinated coffee used at home നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ പ്രൊപ്പോർഷനോടുകൂടെ ആ പെർട്ടിക്കുലർ മില്യൺ കോഫി യൂസേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് അഗെയിൻ നമ്മൾ പ്രൊപ്പോർഷൻ ഓഫ് ഇൻസ്റ്റന്റ് കോഫി കാണുന്നു. നെക്സ്റ്റ് ഇൻസ്റ്റന്റ് നോൺ ഡികാഫിനേറ്റഡ് കോഫി യൂസ്ഡ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് അഗെയിൻ നമ്മൾ 0.4നോടുകൂടെ 1.365 million മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 54.6 million. അതായത് നമ്മൾ ഒരു സാധാരണ കോഫി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ നിന്നുള്ളതിൽ ആ സ്പെഷ്യലൈസ്ഡ് കോഫിയായ മാക്സിമിന്റെ പൊട്ടൻഷ്യൽ ഡിമാൻഡിലേക്ക് വരെ ചേരുന്ന രീതിയിലാണ് നമ്മളിത് കാണുന്നത്. ഫൈനലി വി വിൽ എസ്റ്റിമേറ്റ് ദ ലോങ് റൺ മാർക്കറ്റ് ഷെയർ ഫോർ മാക്സിം ദ നെക്സ്റ്റ് പൊട്ടൻഷ്യൽ സെയിൽ ബൈ മൾട്ടിപ്ലൈയിങ് 0.028 ഇൻറ്റു ഇൻസ്റ്റന്റ് കോഫി എത്ര പേര് യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. രണ്ടാമത്തെ എക്സാമ്പിളിൽ നമ്മൾ ഇതൊരു സ്റ്റെയിൻലെസ് ബ്ലേഡ് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയുടെ എന്താ പറയുക പൊട്ടൻഷ്യൽ സെയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്ത സ്റ്റെപ്പുകളിലേക്കൂടെയാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത്. ഫസ്റ്റ് വി വിൽ എസ്റ്റിമേറ്റ് ദ അഡൽട്ട് മെയിൽ പോപ്പുലേഷൻ ഇൻ ദ കൺട്രി. ദാറ്റ് ഈസ് 150 million ആൾക്കാരാണ് അഡൽട്ട് മെയിലുള്ളത്. അവരാണ് ശരിക്കും ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ഷേവിംഗ് പർപ്പസിലേക്ക് വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ പ്രൊപ്പോർഷൻ ഓഫ് അഡൽട്ട് മെയിൽ പോപ്പുലേഷൻ യൂസിങ് ഷേവിംഗ് ബ്ലേഡ്. അതായത് മൊത്തം നമ്മളൊരു 100% പോപ്പുലേഷനിൽ ഒരു 60% നമുക്ക് ഒരു നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് അഡൽട്ട് മെയിൽ പോപ്പുലേഷൻ യൂസിങ് ഷേവിംഗ് ബ്ലേഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്പർ ഓഫ് ടൈംസ് ഇൻ എൻ ഇയർ എ പേഴ്സൺ യൂസസ് എ ഷേവിംഗ് ബ്ലേഡ്. അതായത് ഒരു ആവറേജ് 365 ദിവസത്തിൽ അവരെത്ര പ്രാവശ്യം ഒരു ഷേവിംഗ് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുന്നു. 100 days എന്നുള്ള രീതിയിൽ 100 times എന്നുള്ള രീതിയിൽ കാണുന്നു. നെക്സ്റ്റ് ടോട്ടൽ ഷേവിംഗ് ഡൺ പെർ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുക. പ്രൊപ്പോർഷൻ ഓഫ് ഷേവിംഗ് ഡൺ വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് പ്രൊപ്പോർഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ആവറേജ് നമ്പർ ഓഫ് ഷേവിംഗ് ഡൺ വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ്. അതായത് ഒരു ആവറേജ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് കൊണ്ട് എത്ര തവണ ഒരാൾ ഷേവിംഗ് നടത്തുന്നുണ്ട്. 6 times, ഇത് വേണമെങ്കിൽ മോർ ദാൻ 6 times ഓർ ലെസ് ദാൻ 4 എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ സെയിലിനനുസരിച്ച് നമുക്ക് എസ്റ്റിമേഷൻ നമുക്ക് നടത്താവുന്നതാണ്. നെക്സ്റ്റ് ഫൈനലി വി വിൽ എസ്റ്റിമേറ്റ് ദ പൊട്ടൻഷ്യൽ സെയിൽ ഓഫ് ദ നോട്ട് മാക്സിമം ഇറ്റ്സ് എ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് ആണ്. നമ്മളത് ഫൈനലി നമ്മളത് 120 million ആണ് അതിന്റെ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡിന്റെ ഡിമാൻഡ്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് മെത്തേഡ് ആണ്. അപ്പോൾ ഈ ഒരു ചെയിൻ റേഷ്യോ മെത്തേഡിന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് ശരിക്കും ഇത് എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എന്താ പറയുക പ്രൊപ്പോർഷൻ ഓർ ദ റേഷ്യോ ആണ്. ദാറ്റ് ഈസ് ഒരു ഒബ്ജക്റ്റീവ് പ്രൊപ്പോർഷൻ ആണ്. മേ ബി സബ്ജക്ട് ടു സം എന്താ പറയുക എറേഴ്സ് സാധ്യതയുള്ള ഒരു കേസാണ് ചെയിൻ റേഷ്യോ മെത്തേഡ് എന്ന് പറയുന്നത്. ലെറ്റ് us move on to the next method, that is consumption level method. It is useful for the product that are directly consumed. അതായത് സംഭവം ഒരു പെറിഷബിൾ ടൈപ്പ് കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ച് തീർക്കാവുന്ന പ്രൊഡക്റ്റുകളുടെ കേസിൽ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് കൺസംഷൻ ലെവൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇൻകം ഇലാസ്റ്റിറ്റി അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് ഇൻകം ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ടു എ ചേഞ്ച് ഇൻ ഇൻകം ഇൻറ്റു ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ക്വാണ്ടിറ്റി എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വി ക്യാൻ എസ്റ്റിമേറ്റ് ദ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. നെക്സ്റ്റ് ഇൻകം ഇലാസ്റ്റിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ നമ്മൾ ഇൻകം ഇലാസ്റ്റിറ്റികൾ 4.81 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഇവിടെ പ്രൊജക്റ്റഡ് പെർ ക്യാപിറ്റ ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ
ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രസന്റ് പെർ ക്യാപിറ്റ ഇൻകത്തോടു കൂടെ 1 പ്ലസ് പെർ ക്യാപിറ്റ ചേഞ്ച് ഇൻ ഇൻകം ലെവൽ ഇൻറ്റു ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് ഇൻകം ഇലാസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമ്മൾ 1 പ്ലസ് പെർ ക്യാപിറ്റ ചേഞ്ച് ഇൻ ഇൻകം ലെവൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 പ്ലസ് പെർ ക്യാപിറ്റ ചേഞ്ച് ഇൻ ഇൻകം ലെവൽ മൾട്ടിപ്ലൈഡ് ബൈ ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡിനോടുകൂടെ നമ്മൾ പ്രസന്റ് പെർ ക്യാപിറ്റ ഇൻകം മൾട്ടിപ്ലൈ ചെയ്യുന്നതോടുകൂടെ വി ക്യാൻ ഗെറ്റ് ദ ഫ്യൂച്ചർ അഗ്രിഗേറ്റ് ഡിമാൻഡ് പ്രൊജക്ഷൻ. Therefore, the aggregate demand projection for here we done the demand forecasting for paper ആണ്. The aggregate demand projection for paper will assembly equal to projected per capita demand into projected population. Therefore, the income elasticity of demand differ from one product to another. Therefore, we can even use price elasticity. നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Price elasticity of demand is a useful tool in demand analysis. The future volume of demand may be estimated on the basis of the change in the price coefficient. That is, but we have to think about certain consideration by using this price elasticity. The first one is the price elasticity coefficient is applicable to only small variation. Then the second one, the price elasticity measure is based on assumption that the structure and the behavior remain constant. Then the price elasticity is calculated by estimating the change in demand to change in price into average price multiplied divided by average quantity of demand. Here we estimated the price elasticity as minus 0.37. Then the next method is end-use method, that is especially used in the estimation of demand for intermediate products. അതായത് നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിന്റെ കേസിലാണ് നമ്മൾ സാധാരണ ഈ ഒരു എൻഡ് യൂസ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ഡിഫറെന്റ് സ്റ്റെപ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിഫൈ ദ പോസിബിൾ യൂസസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിന്റെ മറ്റ് ആവശ്യങ്ങൾ, അതായത് ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ്, മറ്റ് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് വി ഹാവ് ടു ഐഡന്റിഫൈ ദ പോസിബിൾ യൂസസ് ഓഫ് ദ പ്രോഡക്റ്റ്. ദെൻ സെക്കൻഡ് വൺ, ഡിഫൈൻ ദ കൺസംഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോർ വേരിയസ് യൂസസ്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലോർ ആണെങ്കിൽ സപ്പോസ് ബേക്കിംഗ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഹൗസ് ഹോൾഡിൽ ഉപയോഗിക്കുന്നുണ്ടാവും, അതുപോലെ ഹോട്ടൽസിൽ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ല മറ്റു പ്രോഡക്റ്റുകളുടെ ബേക്കറി ഐറ്റംസിന്റെ പിന്നെ കേക്ക് നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കൺസംഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോർ വേരിയസ് യൂസസ്. The next, project the output level for the consuming industry. Suppose household level എത്രയാണ് അവർക്ക് ആവശ്യം, അതുപോലെ ഹോട്ടലിൽ എത്ര ആവശ്യമുണ്ട്, കൺസ്യൂമർ എ എത്ര ആവശ്യപ്പെടുന്നു, ബി എത്ര ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ ഓരോ ആളുടെയും പ്രൊജക്റ്റഡ് ഔട്ട്പുട്ട് ലെവൽസിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡിമാൻഡ് ഡിറൈവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളൊരു സപ്പോസ് ഒരു കെമിക്കൽ ആണ്, അത് 4 കമ്പനി സപ്പോസ് 4 ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന ആൽഫ ബീറ്റ ഗാമ കപ്പ ഇങ്ങനെ 4 ഇൻഡസ്ട്രി ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ സെയിൽ നമ്മൾ എങ്ങനെയാണ് എൻഡ് യൂസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ യൂസേഴ്സ്. ആൽഫ ബീറ്റ കപ്പ ആൻഡ് ഗാമ ആണ്. അവർ ഓരോ കമ്പനിക്കാരും എത്ര മാത്രമാണ് ഈ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത്, അങ്ങനെ ഒരു കോഎഫിഷ്യന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കൺസംഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ആ ഡിഫറെന്റ് ആണ്. നെക്സ്റ്റ് അവർക്ക് എത്ര ആവശ്യം, അവർ എത്രമാത്രം ഫ്യൂച്ചർ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റഡ് ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ഓഫ് ദീസ് ആൽഫ ബീറ്റ ഗാമ നമ്മൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് കൺസംഷൻ കോഎഫിഷ്യന്റ് പ്രൊജക്റ്റഡ് ഔട്ട്പുട്ട് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ഇൻഡസ്ട്രിയും നമ്മുടെ പ്രോഡക്റ്റ് അവരുടെ ഫ്യൂച്ചർ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൊജക്റ്റഡ് ഡിമാൻഡ് ഇൻ ഡിഫറെന്റ് ഇയർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ അത് ടോട്ടൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് മറ്റു വ്യത്യസ്ത ഇൻഡസ്ട്രികൾ എത്രമാത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഒരു വർഷം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Next, this method is used by taking certain aspect, that is the projected output levels of consuming industries,
The next, consumption coefficient. It may be difficult to estimate the projected output levels of consumer industries. More important, the consumption coefficient may vary from one period to another period on the wake of technological change, improvements in the method of manufacturing, hence and use method should be used very judiciously. അപ്പോൾ വളരെ വൈസ്ഫുള്ളി നമുക്ക്. Another important method in causal method is leading indicator method. In this method, we will identify certain leading indicators that are the variable which change ahead of other variables. The lagging may be a lagging variable. Hence, we observe the changes in the leading indicator may be used to predict the changes in the lagging variable. For example, the change in the level of urbanization, a leading indicator may be used to predict the change in the demand for air continuousness, a lagging variable. Two basic steps are involved in applying this leading indicator method. The first one is to identify the appropriate leading indicator or indicators, and second one, we will establish the relationship between the leading indicator or the indicators and the variable to be forecasted. The principal merit of this method is that it does not require a forecast of an explanatory variable. It, however, is characterized by certain problems. It may be difficult to find an appropriate leading indicators, or the lead-lag relationship may not remain stable over time. In view of these problems, this method has a limited use. In leading indicator method, നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് ആ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ വേരിയബിൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്കൂൾ റിലേറ്റഡ് ആക്സസറീസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്കൂൾ യൂണിഫോം, സ്കൂൾ ബാഗ്സ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ന്യൂ അക്കാഡമിക് ഇയറിന്റെ ബിഗിനിങ് ആണ്. അതായത് ഒരു അക്കാഡമിക് ഇയർ ബിഗിനിങ് ആ ഒരു വർഷം മേ ബി നമുക്ക് അതുപോലെ തന്നെ മറ്റ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സും ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രോഡക്റ്റിന്റെ ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്കൊരു ഫെസ്റ്റിവലിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ വേരിയബിൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ലീഡിംഗ് ഇൻഡിക്കേറ്ററും അതുപോലെ ആ ഒരു കറസ്പോണ്ടിങ് ലാഗിംഗ് വേരിയബിളും ആയിട്ടുള്ള റിലേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ആ ലീഡിംഗ് ഇൻഡിക്കേറ്ററിൽ വരുന്ന ചേഞ്ചുകൾ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, പോസ്റ്റ്പോണിങ് ദി അഡ്മിഷൻ പ്രോസസ്, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ വരാനായിരിക്കുന്നു, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. But it has so many difficulties, that is, in order to find an appropriate leading indicator ഒരു ഇഷ്യൂ ആണ്. അറ്റ് ദ സെയിം ടൈം ആ ലീഡ് അതുപോലെ ആ ലാഗ് ചെയ്യുന്ന വേരിയബിൾ, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും സ്റ്റേബിൾ ആവണം എന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കോവിഡ് സീസണൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു മൊത്തം ആ റിലേഷൻഷിപ്പ് ഇവിടെ, കാരണം സ്കൂളുകൾക്ക് തുറക്കാൻ വളരെ ലാഗ് വരുന്നത് കൊണ്ട് തന്നെ ശരിക്കും ആ ഒരു പ്രോപ്പർ റിലേഷൻ നമുക്ക് ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണമെന്നില്ല, ഡ്യൂ ടു സോ മെനി അതർ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ മെത്തേഡിൽ വരുന്ന മറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ ലാസ്റ്റ് മെത്തേഡ് ഇൻ കോസൽ മെത്തേഡ്, ദാറ്റ് ഈസ് എക്കണോമെട്രിക് മെത്തേഡ്. എക്കണോമെട്രിക് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ representation of the economic relationship that is derived from the economic theory ആണ്. The primary objective of the econometric analysis is to forecast the future behavior of economic variable incorporated in the model. There are different types of models നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിംഗിൾ ഇക്വേഷൻസ് ടു സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് വൺ വേരിയബിൾ ടു വേരിയബിൾ റിലേഷൻഷിപ്പ് തൊട്ടുകൊണ്ട് മൾട്ടിപ്പിൾ വേരിയബിൾസ് തമ്മിലുള്ള ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ് ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് നമ്മൾ എപ്പോഴും ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയി എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കമ്മോഡിറ്റീസ്, അതുപോലെ റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ഇൻകം, ഇങ്ങനെയുള്ള മറ്റു പല വേരിയബിൾസും ആയിട്ട് ഡിമാൻഡിന്റെ റിലേഷൻ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാവുന്നതാണ്.
The next, an example for a single equation model is, for example, demand for a certain product is related to its own price. നമുക്കൊരു അതുപോലെ income of the year എടുത്തുകൊണ്ട് നമുക്കൊരു multiple regression model നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. At the same time, we can even goes to simultaneous equation model by using Keynesian type models ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അഗ്രിഗേറ്റ് whole Indian economy-യുടെ ഡിമാൻഡ് ഒക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാവുന്നതാണ്. For example, gross national product we can estimate by using government purchases, then investment expenditure and consumption expenditure. Again, establishing the relationship between investment is a function of gross national product, and consumption is also a function of gross national product. That means we can estimate the demand of the whole economy based on either simple or multiple or simultaneous equation type models. Then what are the steps that involved in a estimation of an econometric model? First, we have to specify the relationship. That should be a mathematical form. Then next we will convert them into an econometric model. Therefore, first we have to identify the variables that is connecting one dependent to so many other independent variables. That is, will establish the relationship either based on a theory or based on a practical problem. Then we create the model and convert them into an econometric model. Then there are different types of estimation methods is available. You can use least square method, and method of maximum likelihood is there, and there are so many systems simultaneous equation methods available. Indirect least square, multi-stage mixed estimation method is the 2-stage, 3-stage least squares. There are different type of estimation methods are available, and we can use any of the methods to estimate either a linear, non-linear type model. And after estimating the result, we have to verify it, and verifying it by accepting or rejecting certain hypotheses. That is, we already fitted in the original first phase, and the results and estimations are for the approved. We can check the result based on different statistical criteria available for testing the statistical significance of the estimated coefficient, and finally we can use that model for prediction purpose, and after prediction we can even use the model for future forecasting, and policy making is also possible based on the econometric estimation. Therefore, this is one of the very important method, and let us discuss about its we can evaluate this method. That economic method offers certain advantages. The process of econometric analysis sharpen the understanding of complex cause-effect relationship, and the econometric model provides a basis for testing assumptions and for judging how sensitive the results are to change in assumptions. And but this model is also subject to so many limitations. It is very expensive and data demanding, because we need such a very strong quantitative data for estimating econometric for applying this econometric method. And to forecast the behavior of the dependent variable, one needs the projected value of the independent variable. Therefore, the independent variable should be measured without any error. There must be no aggregation error. The data should be very solid and very accurate. Therefore, the entire reliability of the estimation process depends upon the independent variable, and the difficulty in obtaining this may be the main limiting factor in employing econometric method for forecasting purpose. Okay, thank you.